അതിലേക്കുള്ള വഴികളെ മുഴുവൻ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നോട്ടത്തിൽ നിന്നാണ് പ്രചോദനങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രചോദനങ്ങളാണ് വളരുന്നത്. ആ സഫലമാകാത്ത പ്രചോദനങ്ങളാണ് അക്രമാസക്തിയായി തീരുന്നത്. ആ അക്രമാസക്തിയുടെ അനന്തരഫലമാണ് ബലാത്സംഗങ്ങൾ. ഇവിടെ അവസാനത്തെ ഘട്ടത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി കല്ലെറിയുന്നതിന് പകരം ഇതിലേക്ക് നയിക്കുന്ന വഴിയടയാളങ്ങളെ മുഴുവൻ അടയാളപ്പെടുത്തി അവക്കെതിരിൽ മുഴുവൻ പ്രതിരോധം തീർക്കാനുള്ള വിവേകമാണ് കേരളീയ സമൂഹം ഈ രംഗത്ത് കൈവരിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഇസ്ലാം വിഷയകമായി പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ കടന്നുപോകുന്നവർക്ക് അത്ഭുതം തോന്നാതിരിക്കില്ല. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോഴേക്ക് സംശയത്തോടുകൂടി മുഖത്തേക്ക് ചോദ്യങ്ങൾ എറിയുന്ന ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളുണ്ട്. അവർ വിചാരിക്കുന്നത് ഈ സംസാരം പെണ്ണിനെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് എന്നാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണം പുരുഷനെ ലൈംഗികമായി പ്രകോപിപ്പിക്കുന്ന രീതിയിലായാൽ അവർ ആക്രമിക്കപ്പെടുമെന്ന് പറയുന്നത് പുരുഷനെ സംരക്ഷിക്കാനും കുറ്റം പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കാനുമാണ് എന്ന് ധരിച്ചു വശായ പാവങ്ങളുണ്ട്. അവരോട് വിനീതമായി പറയാനുള്ളത്, ഏതെങ്കിലും മാനഭംഗ കേസിൽ, ഏതെങ്കിലും ലൈംഗികാതിക്രമത്തിൽ, ഏതെങ്കിലും ഈ രീതിയിലുള്ള പീഡന കേസിൽ പുരുഷന്റെ പക്ഷം ചേരാനല്ല ഇത് പറയുന്നത്. മറിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ ആരാണ് പുരുഷൻ? അവൻ പോണോഗ്രാഫി വെബ്സൈറ്റുകൾ കാണുന്നവനാണ്. ആരാണവൻ? അവൻ പോണോഗ്രാഫി മാഗസിനുകൾ വായിക്കുന്നവനാണ്. ആരാണവൻ? നീലചിത്രങ്ങൾ കാണുന്നവനാണ്. ആരാണവൻ? ഈ രീതിയിലുള്ള ദൃശ്യങ്ങൾക്ക് നിരന്തരമായി കാണാൻ വിധിക്കപ്പെടുന്നവനാണ്. ആരാണ് നമ്മുടെ നാട്ടിലെ പുരുഷൻ? പരസ്യത്തിലും അബ്രപാളിയിലും നിരന്തരമായി സ്ത്രീയുടെ നഗ്ന ശരീരം കാണുന്നവനാണ്. അങ്ങനെ കാണുന്ന സമൂഹത്തിലെ പുരുഷന്മാരിൽ സ്വാഭാവികമായും സ്ത്രീ ഒരു ലൈംഗിക വസ്തു മാത്രമാണ് എന്ന ധാരണയുണ്ടാകും. ആ പുരുഷന് മുന്നിലൂടെ ഒരു സ്ത്രീ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ പുരുഷന് അവന് ഒരു പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നീ അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു ശരീരം ഇവിടെ എന്ന സന്ദേശം ആ പുരുഷന് കൈമാറപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ബോധപൂർവമാണ് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായാൽ ആ പുരുഷൻ നിരപരാധിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഞാൻ പറഞ്ഞതുപോലെ പഠിപ്പിച്ചിട്ടുള്ളത് പുരുഷനോട് കണ്ണു താഴ്ത്താനാണ്, നോക്കാതിരിക്കാനാണ്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് നോക്കാനും പ്രകോപിതരാകാനും അക്രമം നടത്താനും പുരുഷന്മാരെ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ചത് പുരുഷനോട് കണ്ണു താഴ്ത്തണമെന്ന് തന്നെയാണ്. ഇവിടെ വിചിത്രമായ പ്രതികരണങ്ങളാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത്. ഏതെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങൾ! നിങ്ങളുടെ ആഭരണങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പരസ്യമായി പ്രദർശിപ്പിക്കരുത്, കാരണം അത് കവർച്ചക്കാർക്ക് അവസരമുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കവർച്ചക്കാരുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? ഒരു സ്ഥലത്ത് പേപ്പട്ടി ഇറങ്ങി നടക്കുന്നു, അങ്ങോട്ട് പോകരുത്, അത് കടിച്ചേക്കുമെന്ന് പറഞ്ഞാൽ പേപ്പട്ടിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല എന്ന് സന്മനസ്സുള്ളവർക്കെല്ലാം അറിയാം. ഇവിടെ പറയുന്ന കാര്യം വളരെ ലളിതമാണ്. നമ്മുടെ ആഗോളവൽക്കരണത്തിന്റെ സ്ഥലകാലത്തിൽ ഈ രീതിയിൽ ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുള്ള പുരുഷ മനസ്സിന് അതിനൊരു നിമിത്തമാകുന്ന രീതിയിൽ, അവനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീയുടെ വസ്ത്രധാരണം മാറരുത് എന്ന വളരെ ലളിതമായ കാര്യം. വസ്ത്രം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ്, സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള പ്രസ്താവന. പരിശുദ്ധ ഖുർആനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വചനത്തിൽ ഇക്കാര്യം നമ്മൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനം, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ അൻ യുഅറഫന വലാ യുഅദൈന. പ്രവാചകരെ, താങ്കളുടെ ഭാര്യമാരോട്, താങ്കളുടെ മക്കളോട്, സത്യവിശ്വാസികളായ സ്ത്രീകളോട് അവരുടെ മൂടുപടം അവരുടെ ശരീരങ്ങളിൽ കൂടി താഴ്ത്തിയിടാൻ നീ പറയുക. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും മറക്കണമെന്ന് മുസ്ലിം സ്ത്രീകളോട് നീ നിർദ്ദേശിക്കുക. കാരണം അതാണ് അവർ തിരിച്ചറിയപ്പെടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വലാ യുഅദൈന, അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഒന്നാമതായി ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്.
പുരുഷ, നീ ജീവിക്കുന്നത് മുതലാളിത്തത്തിന്റെ ലോകക്രമത്തിലാണ്. മുതലാളിത്തം നിന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാകാം ലൈംഗികത എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയിൽ നിന്ന് മാത്രം ആസ്വദിക്കേണ്ടതല്ല എന്ന്. ഈ ലോകത്തെ സ്ത്രീകൾ മുഴുവൻ ലൈംഗിക വസ്തുക്കളാണ് എന്ന്. ഇവിടെ ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ മുഴുവൻ പരപുരുഷന്മാരിൽ നിന്ന് ലൈംഗികത ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മുതലാളിത്തം നിന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാകാം. ഈ സ്ത്രീകൾ മുഴുവൻ സൗന്ദര്യം പ്രദർശിപ്പിച്ചാണ് നടക്കേണ്ടത് എന്ന് മുതലാളിത്തം നിന്നോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അറിയുക, ഞാനൊരു മുസ്ലിമാണ്. ഞാൻ മുതലാളിത്തത്തിന്റെ നിർദ്ദേശങ്ങൾക്കും കൽപ്പനകൾക്കും ചെവി കൊടുക്കുന്നവളല്ല. എനിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് പടച്ചതമ്പുരാനാണ്. ആ പടച്ചതമ്പുരാൻ നൽകിയ നിർദ്ദേശമനുസരിച്ച് ഞാനിതാ പ്രഖ്യാപിക്കുന്നു, എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം നിനക്ക് ആസ്വദിക്കാനുള്ളതല്ല, നിനക്ക് നോക്കാനുള്ളതല്ല, നിനക്കൊരു വസ്തുവായി ഉപയോഗിക്കാനുള്ളതല്ല ഞാൻ. മറിച്ച് ആത്മാഭിമാനമുള്ള പടച്ചതമ്പുരാന്റെ സൃഷ്ടിയായി ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ്. എന്റെ സൗന്ദര്യം എന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അവിടെ മാത്രം പ്രദർശിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങളുമായി എന്നെ സമീപിക്കേണ്ടതില്ല എന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, വലിയൊരു പ്രസ്താവനയാണ്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ മുഴുവൻ മറച്ചിരിക്കുന്ന മുസ്ലിം സ്ത്രീ ഒന്നാമതായി നിർവഹിക്കുന്നത്. രണ്ടാമതായി ആ മുസ്ലിം സ്ത്രീ ചെയ്യുന്നത് തീർച്ചയായും ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയാണ്. സ്വന്തം ശരീരഭാഗങ്ങൾ, സൗന്ദര്യം പുരുഷനെ പ്രകോപിപ്പിക്കുമെന്ന വസ്തുത കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പുരുഷനെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രകോപിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്യുന്ന വസ്ത്രധാരണ രീതി സ്വീകരിച്ചാൽ ആത്യന്തികമായി അപകടപ്പെടുന്നത് ഞാൻ തന്നെയായിരിക്കും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അസന്നിഗ്ധമായി ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീ പീഡന കേസുകളിലെ വലിയൊരു ഘടകമായി എനിക്ക് തോന്നുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സാന്നിധ്യമാണ്. മദ്യമാണ് പലരെയും മത്തുപിടിപ്പിച്ചത്. ലഹരിയുടെ ഒരു ലോകത്തിൽ നിന്നുകൊണ്ടാണ് എന്താണ് ചെയ്യുന്നത് എന്ന് വകതിരിവില്ലാതെ പലരും പല പേക്കൂത്തുകളും കാട്ടിക്കൂട്ടിയത്. ഇവിടെയുള്ള സർക്കാരുകളോട്, ഇവിടെയുള്ള ഭരണാധികാരികളോട്, ഇവിടെയുള്ള നേതാക്കളോട് വിനയത്തോടുകൂടി പറയാനുള്ളൊരു കാര്യമുണ്ട്. റവന്യൂ വരുമാനത്തിന്റെ വലിയ കണക്കുകൾ പറഞ്ഞ് അബ്കാരി മുതലാളിമാരുടെ അവരുമായുള്ള വലിയ ഇടപാടുകൾ ഓർത്ത് മദ്യം നിരോധിക്കാൻ ഇനിയും മറച്ചു നിൽക്കുന്നത് മലയാളി സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും. മദ്യം നിരോധിക്കണമെന്ന ആവശ്യങ്ങൾ ഉയരുമ്പോഴേക്ക് ഏതെല്ലാം തരം ഒച്ചപ്പാടുകളാണ്, ഏതെല്ലാം തരം ബഹളങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥതയോടുകൂടി ചോദിക്കട്ടെ, ആർക്കാണ് ഇവിടെ നഷ്ടം? ലഹരി വസ്തുക്കൾ നിരോധിക്കപ്പെട്ടതുകൊണ്ട്, മദ്യം നിരോധിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാകുമെന്നല്ലാതെ, നമ്മുടെ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാകുമെന്നല്ലാതെ, നമ്മുടെ കുടുംബങ്ങൾ ശാന്തിപൂർണമാകുമെന്നല്ലാതെ ഈ ലഹരി വസ്തു നിരോധിക്കപ്പെട്ടതുകൊണ്ട് കേരളത്തിലെ എന്ത് നന്മക്കാണ്, കേരളത്തിന്റെ എന്ത് സാമൂഹിക വളർച്ചക്കാണ് അത് തടസ്സം നിൽക്കാൻ പോകുന്നത് എന്ന് ആത്മാർത്ഥതയോടുകൂടി ആലോചിക്കുവാൻ കേരളത്തെ സ്നേഹിക്കുന്നവർ മുഴുവൻ തയ്യാറാകണം. മദ്യത്തെ സംബന്ധിച്ച്, ലഹരിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മനുഷ്യരെ, മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠകൾ, പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകൾ, വില്ലുകൾ, ഇവയെല്ലാം പൈശാചികമായ മ്ലേച്ഛവൃത്തികളാണ്. അതുകൊണ്ട് അവയെ നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ വിജയികളായേക്കാം. മദ്യത്തിന്റെ, ലഹരിയുടെ ചെറിയ അളവുകളോട് പോലും സമരസപ്പെടരുത് എന്നും ലഹരി ചെറിയ രീതിയിൽ പോലും ഉപയോഗിക്കരുത് എന്നും പ്രപഞ്ചനാഥൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ പ്രപഞ്ചനാഥന്റെ കൽപ്പനകളെ അവഗണിച്ച് ലഹരിക്കടിമകളായി തീർന്നവരാണ് പലപ്പോഴും ഇത്തരം പീഡന കേസുകളിൽ പ്രതികളായി വരുന്നത് എന്ന വസ്തുതയിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് വായിച്ചെടുക്കാനുള്ള വിവേകം പ്രബുദ്ധനായ മലയാളിക്ക് ഉണ്ടാകണം. ഇവിടെ തീർച്ചയായും ഇസ്ലാമിന്റെ ഈ തരം നിർദ്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനോടനുബന്ധമായി തന്നെ കടന്നു വരുന്ന വലിയൊരു വിഷയമുണ്ട്. നാം ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, പരലോക ബോധത്തെക്കുറിച്ച് പറയുന്നു, ആണും പെണ്ണും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് പറയുന്നു, സ്ത്രീ നഗ്നതയുടെ ദൃശ്യങ്ങൾ പുരുഷനെ പ്രചോദിപ്പിക്കുമെന്ന് പറയുന്നു. ഇതുപോലെ ഇവിടെയുള്ള മുതലാളിത്തം
തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്ത്രീ നഗ്നതയുടെ പ്രദർശനമാണ് പുരുഷന്മാരെ ഈ രീതിയിൽ മനോരോഗികളാക്കുന്നതെന്ന് പറയുന്നു. അതെല്ലാം പറഞ്ഞ് നമുക്ക് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാം, ബോധവൽക്കരണങ്ങൾ നടത്താം, സമൂഹത്തിലിറങ്ങാം, ഇതിനെതിരെ അതിശക്തമായി സംസാരിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകണമെന്നുണ്ടോ? അവിടെയും ഏതു തരത്തിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നാലും, ഏത് രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നാലും ചില ആളുകൾ അവരിത്തരം കാര്യങ്ങൾ ചെയ്തേക്കാം. മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പിശാചിന്റെ പ്രേരണകൾക്ക് വശംവദരായി സഹോദരിമാർക്ക് മേൽ കൈവെക്കുന്ന ദുഷ്ടന്മാരുണ്ടാകാം. അവരെ എന്തു ചെയ്യണമെന്നതാണ് അടുത്ത ചോദ്യം. തീർച്ചയായും ആ ചോദ്യം ഏറെ പ്രസക്തമാണ്. ഈ വിഷയത്തിന്റെ ഒന്നാമത്തെ ഭാഗം സുരക്ഷയാണ്, രണ്ടാമത്തെ ഭാഗം നീതിയാണ്. ഒന്നാമത്തെ ഭാഗം പെണ്ണിന്റെ സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്താമെന്ന ചോദ്യമാണ്. രണ്ടാമത്തെ ഭാഗം ഈ സുരക്ഷ നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് എങ്ങനെ നീതി ഉറപ്പുവരുത്താമെന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം പല രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളെ കുറിച്ച് പ്രാകൃതമെന്ന്, കാടത്തമെന്ന് ഉറക്കെ പറഞ്ഞിരുന്ന ആളുകളിൽ നിന്ന് പോലും ഈ രീതിയിലുള്ള ലൈംഗികാതിക്രമങ്ങൾ നടത്തുന്നവർക്ക് അതിശക്തമായ ശിക്ഷകൾ നൽകണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. ഇസ്ലാമികമായ വീക്ഷണത്തിൽ ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു വ്യഭിചാരമല്ല, കേവലമായൊരു വ്യഭിചാരമല്ല. വ്യഭിചാരം പലപ്പോഴും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ഏർപ്പാടാണ്. അതൊരു സ്ത്രീ പീഡനമാണെന്നത് മറ്റൊരു വിഷയം. എന്നാൽ ബലാത്കാരം ഉപയോഗിക്കുമ്പോൾ, ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പെണ്ണിനെ കൊലപ്പെടുത്തുമ്പോൾ പുതിയ വിഷയങ്ങൾ അതിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. പല കുറ്റങ്ങളുടെ ഒരു സമ്മിശ്രമാണത്. ഒരു അതിക്രമം അതിലുണ്ട്, ഒരു വ്യഭിചാരം അതിലുണ്ട്, ആയുധ പ്രയോഗം അതിലുണ്ട്, കൊലപാതകം അതിലുണ്ട്, ബലാത്കാരം അതിലുണ്ട്. ഇസ്ലാം വിലക്കിയിട്ടുള്ള പല പല തിന്മകൾ ഒരേ ഒരു പ്രവർത്തനത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ രീതിയിൽ നടക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ എന്തെല്ലാമാണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ച ശേഷം ഓരോ കുറ്റത്തെയും പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ അവർക്ക് നൽകണമെന്നാണ്. വ്യഭിചരിച്ചവർ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണമെന്നും, അവിവാഹിതരാണെങ്കിൽ അവരെ 100 അടിയടിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. കൊല നടത്തിയവരെ കൊലക്ക് വിധേയമാക്കണമെന്ന്, വധശിക്ഷക്ക് വിധേയമാക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരെ, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നവരെ, കുഴപ്പമുണ്ടാക്കുന്നവരെ അതിശക്തമായി കൈകാര്യം ചെയ്യണം രാഷ്ട്രം എന്ന് പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ ബലാത്സംഗം എന്ന കുറ്റകൃത്യം, സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് എറിഞ്ഞു കൊല്ലൽ മുതൽക്കുള്ള വധശിക്ഷയടക്കമുള്ള അടി അടക്കമുള്ള ശിക്ഷകൾ അവർക്ക് പരസ്യമായി വിധിക്കണം ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതെന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഒന്നാമതായി അയാളെ പശ്ചാത്താപ വിവശനാക്കാനും ചെയ്ത തെറ്റിന്റെ ഗൗരവത്തെക്കുറിച്ച് അയാളെ ബോധ്യപ്പെടുത്താനും, രണ്ടാമതായി ഇവിടെ ഇരയാക്കപ്പെട്ടവർക്ക് ആശ്വാസമുണ്ടാകാനും നീതി ലഭിച്ചു എന്ന ബോധമുണ്ടാകാനും, മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രസക്തം, ഈ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് മുതിർന്നാൽ, കയ്യൂക്ക് കാണിച്ചാൽ, സഹോദരിമാർക്ക് മേൽ കൈവച്ചാൽ, അവിടെ തന്റെ കാമവികാരം പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ ഭരണകൂടം വെറുതെ വിടില്ലെന്നും അതിശക്തമായി ശിക്ഷിക്കുമെന്നും അവർക്ക് നേരെ ഒരു രീതിയിലുള്ള ദയാദാക്ഷിണ്യങ്ങളും ഉണ്ടാവുകയില്ലെന്നുള്ള സന്ദേശം സമൂഹത്തിലെ കുറ്റവാളികൾക്ക് നൽകുക കൂടിയാണ് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ, ജനാധിപത്യം നിലനിൽക്കുന്ന സംവിധാനങ്ങളിൽ കഠിനമായ ശിക്ഷാ നിയമങ്ങൾ കുറവാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ജയിൽ ശിക്ഷകളാണ് നിർദ്ദേശിക്കപ്പെടാറുള്ളത്. ജയിലിനുള്ളിൽ തടവിലാക്കപ്പെടുന്ന പ്രതികളിൽ മാനസികമായ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമാണ് എന്ന് മാത്രമല്ല, ജയിലുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ പലപ്പോഴും കൂടുതൽ വലിയ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന ദുരന്തപൂർണമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു, ഒന്നാമതായി മനുഷ്യരെ സംസ്കരിക്കണം, രണ്ടാമതായി സമൂഹത്തിൽ നിന്ന് തിന്മകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം. ഇതും രണ്ടും ചെയ്ത ശേഷവും സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾക്ക്, അതിക്രമങ്ങൾക്ക് മുതിരുന്നവരെ മാതൃകാപരമായി, പരസ്യമായി ശിക്ഷിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്. ഈ നിർദ്ദേശം ശരി തന്നെയായിരുന്നു എന്ന് ഇസ്ലാമിനെ വിമർശിച്ചത് വെറുതെയാണ് എന്ന് ശിക്ഷാ നിയമങ്ങളുടെ കാഠിന്യത്തെ സംബന്ധിച്ച സൂചനകളാണ് യഥാർത്ഥത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത് എന്ന് സമൂഹം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ. സുഹൃത്തുക്കളെ, ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
കേരളത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ആലോചനകൾ ആ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ ആലോചനകൾക്കുള്ള ഉത്തരമായി നമുക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലൈംഗിക വിദ്യാഭ്യാസമാണ് എന്ന് നമ്മളെല്ലാവരും അറിയണം. നമ്മുടെ സർക്കാരുകൾ, നമ്മുടെ ഏജൻസികൾ, നമ്മുടെ വ്യത്യസ്ത തരം സംഘടനകൾ, നമ്മുടെ ബുദ്ധിജീവികൾ, നമ്മുടെ ആഴ്ചപ്പതിപ്പുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനെ കുറിച്ചാണ്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിയല്ലാതെ, ഒരു പുതിയ സമൂഹത്തിന്റെ സംവിധാനം വഴിയല്ലാതെ കുട്ടികളുടെ മനസ്സിൽ ശരിയായ ലൈംഗിക ധാരണകൾ സന്നിവേശിപ്പിക്കുന്നത് വഴിയല്ലാതെ ഇത്തരം അതിക്രമങ്ങൾ കുറയ്ക്കാൻ കഴിയില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യക്ഷത്തിൽ വളരെ ശരിയായി തോന്നുന്ന ഒരു വാദമാണിത്. കുട്ടികളുടെ മനസ്സിൽ വികലമായ ലൈംഗിക ധാരണകൾ ചേക്കേറുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മനസ്സിൽ വികലമായ ലൈംഗിക ധാരണകൾ ചേക്കേറുന്നത് കൊണ്ട് തന്നെയാണ് ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതിന് പ്രതിരോധം ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക തന്നെയാണ്. പക്ഷേ ആ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതി നിശ്ചയിക്കുന്നത്, അതിനായി പാഠപുസ്തകങ്ങൾ നിർദ്ദേശിക്കുന്നത്, അതിന്റെ അജണ്ട തീരുമാനിക്കുന്നത്, അവിടെ എന്തൊക്കെ പഠിപ്പിക്കപ്പെടണം എന്ന് പറയുന്നത് ആരാണ് എന്ന് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ വേണ്ടി പല രീതിയിൽ പരിശ്രമങ്ങൾ നടന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അജണ്ട നിശ്ചയിച്ചത് ഈ പറഞ്ഞ സകലവിധ ലൈംഗികാതിക്രമങ്ങൾക്കും കാരണമായി തീർന്ന സാമൂഹ്യ പരിസരം ലോകത്ത് സൃഷ്ടിച്ച മുതലാളിത്തത്തിന്റെ ബുദ്ധിരാക്ഷസന്മാർ തന്നെയാണ് എന്ന വസ്തുതയോടാണ് ആത്മാർത്ഥമായി സംവദിക്കാൻ നമുക്ക് കഴിയേണ്ടത്. ഇവിടെ നമ്മുടെ പാഠപുസ്തകങ്ങൾ വഴി കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത് അവിടെ സേഫ് സെക്സിനെ കുറിച്ചാണ്. സേഫ് സെക്സ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ രതിയാണ്. എന്താണ് സുരക്ഷിതമായ രതി എന്ന് പറയുന്നത്? കോണ്ടം ഉപയോഗിച്ച് ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്. ഇത്തരമൊരു ലൈംഗിക സംസ്കാരമാണ് നമുക്ക് വേണ്ടത് എന്ന് കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവിടെ വലിയ പ്രതിരോധങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടാകുന്നത് മുതലാളിത്തം ഇപ്പോൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ചില ധാരണകളിൽ നിന്നാണ്. ഒന്നാമതായി, എന്റെ ഭാര്യയിൽ നിന്ന് മാത്രമല്ല എനിക്ക് ലൈംഗികത ലഭിക്കേണ്ടത്, ഇവിടെയുള്ള ആരെയും എനിക്ക് ഉപയോഗിക്കാം. രണ്ടാമതായി, മുഴുവൻ സ്ത്രീകളും ലൈംഗിക വസ്തുക്കളാണ്. മൂന്നാമതായി, നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ എന്റെ ചോദനകൾ എനിക്ക് അവളിൽ സഫലീകരിക്കാം. ഇത്രയും ധാരണകൾ മുതലാളിത്തം മനുഷ്യരുടെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ധാരണകളെ എടുത്തു കളയാതെ ലൈംഗികാതിക്രമങ്ങൾ കുറക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന ലൈംഗിക വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ധാരണകളെ ഊട്ടിയുറപ്പിക്കുകയാണ്. ആരുമായും എപ്പോഴും എങ്ങനെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി രോഗങ്ങൾ ഉണ്ടാകുന്നതിന് മാത്രം നിങ്ങൾ പ്രതിരോധിച്ചാൽ മതിയെന്നും അതിന് 100 വഴികളുണ്ടെന്നും വിവാഹത്തിന്റെ ഒറ്റമുറിയിലേക്ക് ലൈംഗികതയെ തളച്ചിടേണ്ടതില്ലെന്നുമുള്ള മുതലാളിത്ത സന്ദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കങ്ങൾക്കകത്തേക്ക് നിക്ഷേപിക്കുവാനുള്ള നിഗൂഢമായ പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ മറ്റൊരു തായ്ലൻഡാക്കാനുള്ള, കേരളത്തെ ഈ രീതിയിലുള്ള ലൈംഗിക രോഗങ്ങളുടെ പറുദീസയാക്കാനുള്ള, കേരളത്തെ സെക്സ് ടൂറിസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള നിഗൂഢമായ പാശ്ചാത്യൻ പദ്ധതികളാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന പേരിൽ ചുരുളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു പ്രതിരോധത്തിന് സമയമായിരിക്കുന്നു. ജനകീയമായ ഒരു പ്രതിഷേധത്തിന് സമയമായിരിക്കുന്നു. നമുക്ക് നമ്മുടെ സഹോദരിമാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ആശയപരമായ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് സമയമായിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരുപാട് ആശയങ്ങളും ഒരുപാട് സംസാരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ നടന്ന കൂട്ടമാനഭംഗത്തെ തുടർന്ന് ഏറ്റവും വൈകാരികമായി പ്രതികരിച്ചത് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ നേതാവായ മോഹൻ ഭാഗവതാണ്. അദ്ദേഹം ഡൽഹിയിൽ നടന്ന കൂട്ടമാനഭംഗത്തെ തുടർന്ന് അന്ന് പത്രമാധ്യമങ്ങളോട് വൈകാരികമായി അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഭാരതമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നാണ്. ഇന്ത്യയായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്,
ഭാരതമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, പെണ്ണിനെ ആദരിക്കുന്ന, സ്ത്രീകളോട് ലൈംഗികമായ അതിക്രമം കാണിക്കാത്ത ആർഷഭാരത സംസ്കൃതി ഇവിടെ നിലനിന്നിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകുമായിരുന്നില്ല. പ്രശ്നം പാശ്ചാത്യ സംസ്കാരമാണ്. പടിഞ്ഞാറൻ മൂല്യങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്, അതിവിടെ ചെലവഴിക്കപ്പെട്ടതാണ്. ആ പടിഞ്ഞാറൻ സംസ്കൃതിയാണ് ഇവിടെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് നിമിത്തമായി തീർന്നത്. ഒറ്റനോട്ടത്തിൽ ശരിയാണെന്ന് തോന്നുന്ന ഒരു വാദമാണിത്. പടിഞ്ഞാറൻ മുതലാളിത്തത്തിന്റെ സംസ്കാരം ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടതോടുകൂടിയാണ് ഈ രീതിയിൽ ഇന്ത്യയിൽ ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചത്. പക്ഷേ ഇതിലുള്ള അപകടകരമായ ചില വശങ്ങളെ നാം കാണേണ്ടതുണ്ട്. ഒരു പ്രശ്നം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് സങ്കുചിത ദേശീയതയുടെ ഭൂമികകളിൽ നിന്നുകൊണ്ടല്ല ഉത്തരം കണ്ടെത്തേണ്ടത്. എന്റെ നാട്ടിലുള്ളതെല്ലാം ശരി, എന്റെ നാട്ടിൽ നിന്ന് പുറത്തുള്ളതെല്ലാം തെറ്റ് എന്ന സങ്കുചിതമായ ഒരു ഷോവിനിസ്റ്റ് സങ്കല്പത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ പടിഞ്ഞാറല്ല പ്രശ്നം, ഇന്ത്യയുമല്ല പ്രശ്നം ഭൗതികവാദമാണ്. ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണിനെ ചൂഷണം ചെയ്യാനുള്ള അരങ്ങുകൾ സജീവമായതാണ്. നമ്മുടെ ലോകത്ത്, ആധുനിക ലോകക്രമത്ത് ആ ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെൺചൂഷണത്തിന്റെ അരങ്ങുകൾ സംവിധാനിക്കുന്നത് പടിഞ്ഞാറൻ മുതലാളിത്തമാണ് എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഈ രീതിയിലുള്ള ചൂഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല. അങ്ങനെ ഒരു നാടിനെ കുറിച്ചും അത്തരം ഒരു സാംസ്കാരിക വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ദേവദാസി സമ്പ്രദായത്തെ നാം പരിഗണിക്കുക. എന്തായിരുന്നു ദേവദാസി സമ്പ്രദായം? നമുക്കെല്ലാം അറിയാം. ഭാരതത്തിലെ ശൂദ്ര സ്ത്രീകൾ ഇവിടെയുള്ള ബ്രാഹ്മണ പുരുഷന്മാരുടെ കാമപൂർത്തീകരണത്തിനു വേണ്ടി നേർച്ചയാക്കപ്പെട്ടു. അവർ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണന്മാർക്ക് മുമ്പിൽ നൃത്തം ചെയ്തു. ആ നൃത്തമാണ് പിന്നീട് മോഹിനിയാട്ടമായി നമ്മുടെ കലോത്സവ വേദികളിലേക്ക് വരെ കയറി വന്നത്. ഇവിടെ ഈ ശൂദ്ര സ്ത്രീകൾ താഴ്ന്ന ജാതികളിൽ ജനിച്ചു എന്ന് വിധിക്കപ്പെട്ട ആളുകൾ അവർ തങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണ മേലാളന്മാരുടെ മുമ്പിൽ ക്ഷേത്രമുറ്റങ്ങളിൽ നൃത്തം ചെയ്തു. ആ നൃത്തത്തിൽ നിന്ന് തങ്ങൾക്കിഷ്ടമുള്ളവരെ ദേവദാസികളായി ബ്രാഹ്മണന്മാർ സ്വീകരിച്ചു. അവരുടെ ലൈംഗികമായ ദാഹം തീർക്കുന്നതിന് വേണ്ടി അവരെ ഉപയോഗിച്ചു. നമ്മുടെ സാക്ഷര സുന്ദര കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ പെണ്ണിന് മാറുമറക്കാൻ കഴിയാത്ത അവസ്ഥ? ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ താഴ്ന്ന ജാതി സ്ത്രീകൾ മാറുമറച്ചുകൂടുന്ന നിയമം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ആ നിയമത്തിന്റെ ഭാഗമായി എത്ര സഹോദരിമാരാണ് വേദനയോടുകൂടി തങ്ങളുടെ സൗന്ദര്യം സവർണ മേലാളന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിർബന്ധിതരായത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഏതെങ്കിലും നാടിന്റെ ചരിത്രം പൂർണ്ണമായി വിശുദ്ധമാണ് എന്നോ ആ സംസ്കൃതിക്കകത്ത് ഒരു കുഴപ്പവുമില്ല എന്നോ അത്തരം ഒരു ചരിത്രത്തിലേക്ക് മടങ്ങിയാൽ നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടി സാധ്യമാകുമെന്നോ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ പീഡനത്തിനെതിരെ അതിശക്തമായി സംസാരിച്ച അതേ മക്കയുടെ മണ്ണിലാണ് പലരും പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച മക്കയുടെ മണ്ണിൽ തന്നെയാണ് പ്രവാചകന്റെ മുമ്പുണ്ടായിരുന്ന അറബികൾ സ്ത്രീകളെ അതിശക്തമായി ചൂഷണം ചെയ്തത്. നാടുകൾ അങ്ങനെയാണ്, സമൂഹങ്ങൾ അങ്ങനെയാണ്. ഏത് നാട്ടിലും നല്ലയാളുകളും ചീത്തയാളുകളും ഉണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു നാടിന് പ്രത്യേകമായൊരു വിശുദ്ധിയുണ്ട് എന്നും അതിന്റെ പാരമ്പര്യം കളങ്കമറ്റതാണ് എന്നും ആ നാട്ടിലൊരിക്കലും സ്ത്രീകളോട് അതിക്രമം ഉണ്ടായിട്ടില്ല എന്നും ആ നാടിന്റെ പൈതൃകം തിരിച്ചു പിടിക്കുന്നത് വഴിയാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുക എന്നും പറയാൻ കാര്യബോധമുള്ളവർക്കൊന്നും കഴിയില്ല. മതങ്ങളുടെ പേരിലുണ്ടായിട്ടില്ലേ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച പ്രവാചകന്മാരിലൂടെ ലോകത്ത് അവശേഷിപ്പിക്കപ്പെട്ട മതങ്ങൾ പിൽക്കാലത്ത് എന്തൊക്കെ പാഠങ്ങളാണ് ലോകത്തിന് പകർന്നു നൽകിയത്? യഥാർത്ഥത്തിൽ വ്യഭിചാരം ഏറ്റവും വലിയ സ്ത്രീ പീഡനമാണെന്ന് തിരിച്ചറിയുകയും വ്യഭിചാരത്തെ കർശനമായി വിലക്കുകയും ചെയ്തിട്ടുള്ള മതദർശനങ്ങൾ പ്രവാചകന്മാർ. എന്നാൽ ബൈബിൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ ലോത്ത് പ്രവാചകൻ വ്യഭിചരിക്കുന്നതായി നാം വായിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ച ഒരു പ്രവാചകൻ പോലും വ്യഭിചരിച്ചിരുന്നു എന്നും അതുകൊണ്ട് നമുക്ക് വ്യഭിചാരമാകാമെന്നുമുള്ള സന്ദേശം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി പുരോഹിതന്മാർ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തുകയും വചനങ്ങൾ തിരുകി കയറ്റുകയും ചെയ്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇത് നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളുണ്ട്. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ
സാമൂഹ്യ സാഹചര്യത്തിന്റെ നിർമ്മിതിക്കു വേണ്ടിയുള്ള ആശയങ്ങൾ ഏതെങ്കിലും നാടിന്റെ ചരിത്രത്തിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയും എന്ന് കരുതുന്നത് വെറുതെയാണ്. അതിനുവേണ്ടിയുള്ള ആശയങ്ങൾ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയും എന്ന് കരുതുന്നത് വെറുതെയാണ്. അതിനുള്ള ആശയങ്ങൾ നമുക്ക് ലഭ്യമാവുക പ്രപഞ്ചനാഥനിൽ നിന്ന് മാത്രമാണ്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ ആണിനോട് മാത്രമായി പ്രത്യേകിച്ചൊരു സ്നേഹമില്ലാത്ത പ്രപഞ്ചനാഥൻ, പെണ്ണിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന പ്രപഞ്ചനാഥൻ, പെണ്ണിന് ലഭിക്കേണ്ട നീതി എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന പ്രപഞ്ചനാഥൻ, ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് മാത്രമേ സ്ത്രീകൾക്ക് സുരക്ഷ ലഭിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ നിർമ്മിതിക്ക് ആവശ്യമായ ആശയങ്ങൾ നമുക്ക് ലഭിക്കൂ. പ്രപഞ്ചനാഥൻ മാനവരാശിക്കായി അവതരിപ്പിച്ചിട്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരാനായി പടച്ച തമ്പുരാൻ നിയോഗിച്ചിട്ടുള്ള അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ജീവിതത്തിന്റെയും താളുകൾ മറിച്ചാൽ ഇൻഷാ അല്ലാഹ് സ്ത്രീകൾ സുരക്ഷിതരാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള അതിശക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിശക്തമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിന്റെ മെസ്സേജ് എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, നാം കല്ലെറിയേണ്ടത് കൂട്ടമാനഭംഗം നടത്തിയവരെയല്ല, നാം കല്ലെറിയേണ്ടത് ഈ രീതിയിലുള്ള പ്രതികളെയല്ല, നാം കല്ലെറിയേണ്ടത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെയോ പോലീസ് ഉദ്യോഗസ്ഥരെയോ അല്ല, മറിച്ച് നാം നമ്മെ തന്നെ കല്ലെറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിനകത്ത് ടെലിവിഷൻ പെട്ടികൾ സ്ഥാപിച്ച് ആ ടെലിവിഷൻ പെട്ടികളിൽ സ്ത്രീ നഗ്നതകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് വികൃതമായ ലൈംഗിക ധാരണകൾ വളർത്തിയെടുത്ത നാം നമ്മെ തന്നെ കല്ലെറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മൊബൈലുകളിൽ ഈ രീതിയിലുള്ള ദൃശ്യങ്ങൾ കാണാൻ പാകത്തിലുള്ള മൊബൈലുകൾ വാങ്ങിക്കൊടുത്ത നാം നമ്മെ തന്നെ കല്ലെറിയേണ്ടിയിരിക്കുന്നു. മുതലാളിത്തത്തിന്റെ അനുശാസനങ്ങൾ കേട്ട് ഉടുതുണിയഴിക്കാൻ സന്നദ്ധമായവരും അത് നോക്കി നിന്ന് അന്താളിച്ചു പോയവരും സ്വയം കല്ലെറിയേണ്ടിയിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്താതെ, നമ്മുടെ പങ്ക് വിചാരണ ചെയ്യപ്പെടാതെ നാമാണ് ഇത്തരമൊരവസ്ഥ വരുത്തി തീർത്തത് എന്ന് മനസ്സിലാക്കാതെ വികാരം കൊണ്ട് വിചാരത്താൽ ആവേശഭരിതരായി ഒരാൾക്കൂട്ട മനഃശാസ്ത്രത്തോടൊപ്പം സഞ്ചരിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കേരളത്തിൽ സൗമ്യ എന്ന പെൺകുട്ടി ട്രെയിനിൽ നിന്ന് പുറത്തെറിയപ്പെട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട സമയത്ത് കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം ശബ്ദമുഖരിതമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ സൗമ്യ ചിത്രത്തിൽ തന്നെയില്ല, അത്തരം ഒരു ചർച്ച തന്നെയില്ല. ഈ പെൺകുട്ടിയുടെ ചർച്ചകൾ കുറച്ചു കാലം നമ്മുടെ മാധ്യമങ്ങളിൽ ഉണ്ടാകും, കുറച്ചു കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അടിസ്ഥാനപരമായ ചികിത്സകൾ ആവശ്യമുണ്ട്. ആ ചികിത്സകൾ ഞാൻ പറഞ്ഞതുപോലെ മുതലാളിത്ത സംസ്കാരത്തിന്റെ വ്യാപനത്തെ ചെറുത്തുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സമരം, നമ്മുടെ പ്രതിഷേധം ഈ രീതിയിലുള്ള പോണോഗ്രാഫി ഇൻഡസ്ട്രി പ്രസരിപ്പിക്കുന്ന സ്ത്രീ നഗ്നതയുടെ ദൃശ്യങ്ങൾ നിറഞ്ഞ സിനിമകൾക്കും ചിത്രങ്ങൾക്കുമെതിരെയാകട്ടെ എന്ന പ്രതിജ്ഞയാണ് ഈ സന്ദർഭത്തിൽ എടുക്കാൻ കഴിയേണ്ടത്. ഒരൊറ്റ കാര്യം കൂടി അതീവ ഗൗരവത്തോടുകൂടി സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീ പീഡനം, വ്യഭിചാരവും സ്ത്രീ പീഡനമാണ്. സ്ത്രീക്ക് നേരെയുള്ള അന്യായമായ നോട്ടം സ്ത്രീ പീഡനമാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയുമോ ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങൾ എവിടെയാണ് നടക്കുന്നത് എന്ന് നമുക്കറിയുമോ? അത് നടക്കുന്നത് നമ്മുടെ സിനിമാ സൈറ്റുകളിലാണ്. അത് നടക്കുന്നത് യഥാർത്ഥത്തിൽ പോണോഗ്രാഫിക് ഇൻഡസ്ട്രിയുടെ പിന്നണികളിലാണ്. നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ ഈ പോണോഗ്രാഫിക് സൈറ്റുകളിലേക്ക് കടന്നു കയറി അവിടെയുള്ള നഗ്നരംഗങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, അവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന സഹോദരിമാർ, അതിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങളിലെ ജീവനുള്ള സഹോദരിമാർ അവരാരും സ്വമേധയാ ഉടുതുണി അടിച്ചതല്ല. ഇവിടെ ഡയാന E.H. റസൽ എന്ന് പറയുന്ന പ്രഗത്ഭയായ അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞ ഈ അടുത്ത് പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന പേരായ അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാഗസിനിൽ ഞെട്ടിക്കുന്ന ചില അന്വേഷണ ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ പോണോഗ്രാഫിക് സൈറ്റുകളിൽ പല രീതികളിൽ ചിത്രീകരിക്കപ്പെടുന്ന സഹോദരിമാർ യഥാർത്ഥത്തിൽ വീട്ടിൽ ഒരു സമയം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തതിന്റെ പേരിൽ ആ ഭക്ഷണത്തിന് ചില്ലിക്കാശുണ്ടാക്കാൻ വേണ്ടി അവരുടെ അമ്മമാർ
അവരുടെ അമ്മമാർ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് അവരെ ഈ ലൈംഗിക വ്യവസായികളുടെ അടുത്തേക്ക്. അവർ ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്നത്, പല പോസുകളിൽ അഭിനയിക്കുന്നത്, പല രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്, പല പല വേദനകൾ സഹിക്കുന്നത്, മനുഷ്യർക്കാർക്കും സാധ്യമല്ലാത്ത രീതിയിലുള്ള വിചിത്രമായ ലൈംഗിക ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി നിന്നുകൊടുക്കുന്നത് അവർക്കാർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല. മറിച്ച് പണത്തിന് വകയില്ലാത്തത് കൊണ്ട് ഇതാ ഇത് ചെയ്തോളൂ, ഒരക്ഷരം മറുത്തു പറയരുത്. കാരണം ഈ രീതിയിലുള്ള ദൃശ്യങ്ങൾ കിടപ്പുമുറികളിൽ എത്തിച്ചിട്ട് ഞങ്ങൾക്ക് കോടികൾ കൊയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ലോകത്തെ വ്യവസായ കുത്തകകൾ അവരെ പീഡിപ്പിക്കുകയാണ്. അവരുടെ കണ്ണീരാണ്, അവരുടെ ശാപവാക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ സൈറ്റുകൾ സന്ദർശിക്കുന്നവരുടെ മുകളിൽ വന്ന് വീഴുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമാണ് അടിസ്ഥാനപരമായി നാം ആർജിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സമരം എല്ലാ പോണോഗ്രാഫി സൈറ്റുകൾക്കും എതിരെയാകണം, അവിടെ നടക്കുന്ന സ്ത്രീ പീഡനത്തിനെതിരെയാകണം. സിനിമാ സൈറ്റുകളിൽ പെണ്ണിന് പണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പല രീതിയിൽ അണിയിച്ചൊരുക്കുന്ന പീഡനത്തിന് വേണ്ടിയാകണം. അങ്ങോട്ടുകൂടി നമ്മുടെ സമരം വ്യാപിക്കുമ്പോൾ മാത്രമേ, നമ്മുടെ സമരത്തിന്റെ പ്രതിധ്വനികൾ അങ്ങോട്ടുകൂടി എത്തിക്കാൻ കഴിയുമ്പോൾ മാത്രമേ, നമ്മുടെ സമരത്തിന്റെ ആവശ്യങ്ങളായി വേശ്യാവർത്തി മുതൽ പോണോഗ്രാഫി സൈറ്റുകൾ വരെ നിരോധിക്കപ്പെടണം എന്നത് വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനത്തിനെതിരെയുള്ള നമ്മുടെ സംസാരങ്ങൾ അർത്ഥവത്താകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ തുറന്ന ചർച്ചയ്ക്കും സംവാദത്തിനും ചോദ്യം ചെയ്യലുകൾക്കും വേണ്ടി ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യോത്തരങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം കസേരകൾ നമ്മുടെ സദസ്സിൻ്റെ മധ്യഭാഗത്തായി, മുൻഭാഗത്തായി ഒരുക്കിയിട്ടുണ്ട്. ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ കസേരകളിലാണ് വന്നിരിക്കേണ്ടത്. നിർബന്ധമായും ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും. ഒന്നാമതായി, നമ്മൾ വളരെ കൃത്യമായ ഒരു തലക്കെട്ടിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഈ സ്നേഹസംവാദം നടക്കുന്നത്. സ്ത്രീ പീഡനങ്ങൾ, അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളുമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആ വിഷയത്തിലുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വീക്ഷണങ്ങളാണ് വിഷയാവതരണത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമാകണം ചോദ്യം എന്നതാണ് ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം ചോദിക്കുന്ന ആളുകൾ സ്വയം പരിചയപ്പെടുത്തുകയും അവരുടെ പേരും സ്ഥലവും ജോലിയും അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമാറ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ലളിതമായി കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിക്കണം എന്നുകൂടെ അറിയിക്കുകയാണ്. ഞാൻ അബ്ദുൽ കലാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് സെക്ഷൻ ഓഫീസറാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീപീഡനത്തിൻ്റെ ഒരവസ്ഥ. കാരണം വീടുകളിൽ ഒരു വിവാഹം നടക്കുമ്പോൾ അതിന് മഹർ കൊടുക്കൽ നിർബന്ധമാണ്. മഹർ കൊടുക്കുന്നത് 10-50 ഉറുപ്പ്യാണ് കൊടുക്കുക. 1000-2000 ലക്ഷങ്ങൾ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യാം. അങ്ങനെ മഹർ കൊടുക്കാത്ത വിവാഹങ്ങൾ മുഴുവൻ തന്നെ ജാഹിലിയത്താണ്, തനിച്ച തട്ടിപ്പാണ്. ഇത് വിവാഹമല്ല, ഇത് വ്യഭിചാരമാണ്. ആ വ്യഭിചാരത്തിൽ ഉണ്ടാകുന്ന മക്കളൊക്കെ തന്നെ ജാരസന്തതികളുമാണ്. അത്തരത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ തന്നെ ഒരുപാട് സ്ത്രീകൾ നമ്മളെ വീടുകളിൽ വിവാഹം ഇങ്ങനെ നടക്കുന്നുണ്ട്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കുന്നു? അവരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയാതെ പല വീടുകളിലും നിലക്കുണ്ട്. ഈ ഒരു അവസ്ഥ മാറി കിട്ടിയെങ്കിൽ മാത്രമേ ഈ സ്ത്രീ പീഡനങ്ങൾ മാറുകയുള്ളൂ. അതിന് ആ കല്യാണങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിലും ശരി, മൗലവിമാരായാലും ശരി, ആ കല്യാണം നടത്തി കൊടുക്കുന്ന ആളുകളായാലും ശരി, ആ കല്യാണത്തിന് പൈസ വാങ്ങുന്ന വരനായാലും ശരി, അയാൾ ഇസ്ലാമിക വിധി പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ വേണം എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിലേക്ക് എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിക പഠനം നടക്കാതെ മറ്റു തരത്തിലുള്ള വൈകൃതമായ പഠനങ്ങളിലൂടെ ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു അശ്ലീലമായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു മൂരിനെ, ഒരു പശുവിനെ, ആ മനുഷ്യന്റെ തലയും
ഒരു വാലും ഒക്കെ ഉള്ള ഒരാള് ജനിച്ചു കഴിഞ്ഞാൽ അവരെ ഇമാമാക്കി നിൽക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇമാമത്തിന് നിർത്തിയതിന് ശേഷം ഉദയത്തിന് ഉരുവിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറക്കാൻ പറ്റുമെന്ന്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഗ്രന്ഥങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കി വിശുദ്ധ ഖുർആനിലൂടെ എന്താണ് പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിക രീതി, വിവാഹ രീതി, അതിലേക്ക് ജനങ്ങൾ എത്തിപ്പെടണം. അന്ന് മാത്രമേ ശാശ്വതമായിട്ടുള്ള പീഡനങ്ങൾ അവസാനിക്കുകയുള്ളൂ. ഗാർഹിക പീഡനങ്ങൾ നമ്മുടെ സമുദായത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈ പീഡനം അവസാനിപ്പിക്കേണ്ടതാണ്. ഇതിനു വേണ്ടി സംഘടനകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ വ ഉൻസാ വഹുവ മുഅ്മിനുൻ ഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ. സഹോദരങ്ങളെ, സ്ത്രീപീഡനം കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാത്തരം പീഡനങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ കാരണം മനുഷ്യർ ദൈവികമായ മാർഗദർശനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണ് എന്നും പീഡനങ്ങളില്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്നും ഖുർആനും സുന്നത്തും വരച്ചു കാണിക്കുന്ന രൂപത്തിൽ സ്ത്രീയും പുരുഷനും പെരുമാറാൻ സന്നദ്ധമായാൽ പീഡനങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നും മനുഷ്യരെ അവരുടെ വികാരങ്ങളെയടക്കം കച്ചവടം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുതലാളിത്തമാണ്, അതിൻ്റെ ജീവിത ദർശനമാണ്, അത് മുന്നോട്ട് വെക്കുന്ന ഭൗതികവാദമാണ് മനുഷ്യരെ കേവലം വസ്തുക്കളായി കാണാൻ പ്രേരിപ്പിച്ചത് എന്നും ആ വസ്തുക്കളായി കാണുന്ന ജീവിത ദർശനത്തിൻ്റെ സ്വാഭാവികമായ പരിണിതിയാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പെൺപീഡനങ്ങളെന്നും അതിനുള്ള പരിഹാരം രണ്ട് തലത്തിൽ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നും ഒന്നാമത്തേത് ധാർമ്മികമായ മാറ്റത്തിലൂടെ ഉണ്ടാകേണ്ടതാണ് എന്നും രണ്ടാമത്തേത് നീതി നടപ്പാക്കപ്പെടുന്ന അവസ്ഥാവിശേഷം നിലനിർത്തേണ്ടതാണ് എന്നും ഇവ രണ്ടും ഒരേപോലെ പരിഗണിക്കുന്ന ആദർശമാണ് ഇസ്ലാം എന്നുമുള്ള കാര്യങ്ങളാണ് ഇവിടെ സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. വിഷയകമായ തുറന്ന ചർച്ചയാണ് ഇനി നടക്കുന്നത്. വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ വേദിയെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനായ സുഹൃത്തിൻ്റെ ചോദ്യം, സ്ത്രീപീഡനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കാരണം മഹറില്ലാതെ നടക്കുന്ന വിവാഹങ്ങളല്ലേ എന്ന്. യഥാർത്ഥത്തിൽ വിവാഹത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ കണ്ടീഷനായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് മഹർ. മഹർ നിർണയിക്കുവാൻ സ്ത്രീക്ക് അവകാശമുണ്ട്. തനിക്ക് എത്ര മഹറാണ് ലഭിക്കേണ്ടത് എന്ന് തീരുമാനിക്കുവാനും ആ മഹർ ആവശ്യപ്പെടുവാനുമുള്ള പെണ്ണിൻ്റെ അവകാശം ഇസ്ലാം അംഗീകരിക്കുന്നു. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ മഹർ നൽകുന്നതിലൂടെയാണ് വിവാഹം പൂർണ്ണമാവുക. അതിത്ര വേണം എന്നുള്ള നിബന്ധനകളൊന്നും തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം പെണ്ണിൻ്റെ പക്ഷത്ത് നിന്നുണ്ടായിട്ടില്ലെങ്കിൽ പുരുഷന്
വിലയുള്ള എന്ത് നൽകിയും പെണ്ണുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. ചെറുതോ വലുതോ ആയ എന്തും. അതിൻ്റെ ചെറുപ്പം ആണ് സ്ത്രീപീഡനത്തിലേക്ക് നയിക്കുന്നത് എന്നൊരു ധ്വനി ശരിയല്ല എന്ന് തോന്നുന്നു. കാരണം പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്ന മറ്റ് തലങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട് എന്നതെല്ലാം ശരിയാണ്. സ്ത്രീധനത്തിന് അരി നിൽക്കുന്ന പുരുഷൻ സ്ത്രീയുടെ അടുത്ത് നിന്ന് ധനം വാങ്ങുന്ന ഏർപ്പാട് അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്നും അത് ഒരു സ്ത്രീ പീഡനമാണ് എന്നുമുള്ള വസ്തുതയും ശരിയാണ്. പക്ഷെ മഹറിൻ്റെ കുറവല്ല ഈ പീഡനങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനപരമായ കാരണമായി ഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ രൂപത്തിലുള്ള ശിക്ഷാവിധികൾ, ഇസ്ലാമികമായ ശിക്ഷാവിധികൾ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന രൂപത്തിൽ പറയാനും ചെയ്യാനുള്ളതല്ല. ഓരോ കുറ്റങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ ഇസ്ലാം അടിസ്ഥാനപരമായി പറഞ്ഞ ശിക്ഷാവിധികളുടെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കുക ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ഇസ്ലാമിക രാഷ്ട്രവും അതിന് കീഴിലുള്ള ജഡ്ജിമാരുമായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ സ്ത്രീധന സമ്പ്രദായം എന്നത് വലിയൊരു പീഡനമാണ്. എന്നാൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം സ്ത്രീധന സമ്പ്രദായമാണ് എന്ന ഇപ്പോൾ നമ്മൾ ഇവിടെ വിവക്ഷിച്ച, ഇവിടെ പറഞ്ഞ, ഇവിടെ സമർത്ഥിച്ച വിഷയങ്ങളെല്ലാം സ്ത്രീധനം കൊണ്ടുണ്ടായതാണ് എന്നോ മഹർ കുറഞ്ഞത് കൊണ്ടുണ്ടായതാണ് എന്നോ ഉള്ള ഒരു 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 പരാമർശം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിലയിരുത്തൽ യഥാർത്ഥത്തിൽ വസ്തുതകൾക്ക് വിരുദ്ധമാകും. എന്നാൽ സ്ത്രീധനം ഒരു മഹാപാതകമാണ്. അതുമായി യാതൊരു തരത്തിലും സഹകരിക്കാതിരിക്കുവാൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മതസംഘടനകളും അതേപോലെ തന്നെ മുസ്ലിം നേതൃത്വവുമെല്ലാം സന്നദ്ധമാകേണ്ടതാണ് എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ചോദ്യമല്ല, ഒരാദ്യത്തെ ഒരു സംസാരം എന്നുള്ള നിലക്ക് പ്രതികരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വികാരത്തോട് ഒപ്പം നിൽക്കുകയാണ്. എന്നാൽ അതിനെ നമ്മൾ ഇസ്ലാമികമായ ശിക്ഷാവിധികളുമെല്ലാമായി കൂട്ടിക്കെട്ടി അവതരിപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് അമാനുദ്ദീൻ വെള്ളിമാടുകുന്ന്. ഇവിടെ സത്യത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ വേഷവിധാനങ്ങൾ, അതായത് അവർ ധരിക്കുന്ന വേഷങ്ങൾ തീർച്ചയായിട്ടും പുരുഷന്മാരെ വികാരം കൊള്ളിക്കുന്ന രീതിയിലുള്ളതാണ്. ഇന്നത്തെ പത്രത്തിൽ AM കാരശ്ശേരി മാതൃഭൂമി പത്രത്തിൽ എഡിറ്റോറിയലിൻ്റെ അടുത്തായിട്ടുള്ളതിൽ സ്ത്രീ പീഡനവും വേഷവും എന്ന പക്തിയിൽ അദ്ദേഹം എഴുതിയതായി കണ്ടു, പർദ്ദ അല്ല പ്രശ്നം, അതേസമയത്ത് പർദ്ദ ധരിക്കലോ സ്ത്രീകളുടെ മറ്റുള്ള വിധാനങ്ങളോ അല്ല പ്രശ്നം. പുരുഷന്മാർ അവരുടെ, അതായത് പുരുഷന്മാരെ നിയന്ത്രിക്കണം. അതായത് അദ്ദേഹം പറയുന്നത് കടിക്കുന്ന നായിനെ കെട്ടിയിടലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ അദ്ദേഹം പറയുന്നത് പർദ്ദ ധരിക്കലോ മറ്റുള്ളതല്ല കാര്യം, പുരുഷനെ കെട്ടിയിടണം, അയാൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അതിൽ കാര്യമായിട്ടുള്ള എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം ഇതിനെക്കുറിച്ചിട്ട് ഈ വേഷ സംവിധാനത്തെ പറ്റിയിട്ട് എന്താ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. പർദ്ദ ധരിക്കുന്നതിലല്ല കാര്യം, മറിച്ച് ആണിൻ്റെ തെറ്റായ സമീപനത്തിന്, അയാളുടെ ലൈംഗികമായ അതിക്രമണത്തിന് കടിഞ്ഞാണിടുകയാണ് വേണ്ടത് എന്ന രൂപത്തിൽ എഴുതപ്പെട്ട മാതൃഭൂമി ലേഖനം, അതിനുള്ള പ്രതികരണമാണ് ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്ത് അമാനുള്ള സാഹിബ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഇസ്ലാമിന് ഒരു നന്മയുണ്ട് എന്ന്, ഇസ്ലാമിൽ എവിടെയെങ്കിലും ഒരു നന്മയുണ്ട് എന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ എന്തെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ അപ്പോഴേ ഉയർത്തെഴുന്നേൽക്കുന്ന ചില ആളുകളുടെ മതേതര ബോധമാണ് നമ്മളിവിടെയെല്ലാം കാണുന്നത്.
യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? അത് എഴുതിയ എഴുത്തുകാരൻ അദ്ദേഹത്തെ പോലും മറന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് എന്ന കാര്യം ഏതൊരാണിനും അറിയാവുന്നതാണ്. ജീവശാസ്ത്രപരമായി തന്നെ എന്താണ് വസ്തുത? ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാന പാഠങ്ങളെങ്കിലും പഠിക്കാൻ ചിലപ്പോൾ മലയാളം വാദ്യാന്മാർക്ക് അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അത്തരം ആളുകൾ വസ്തുതകളൊന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? എന്താണ് ജീവശാസ്ത്രപരമായി? പെണ്ണിന്റെ സൗന്ദര്യം പുരുഷ മനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ജീവശാസ്ത്രമൊന്നും വേണ്ട, ഏതൊരാണിനോടും ചോദിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ജീവശാസ്ത്രപരമായി പെൺസൗന്ദര്യം ദർശിക്കുന്ന പുരുഷൻ, അവന്റെ തലച്ചോറിലെ ഹൈപ്പോതലാമസ്, ആ ഹൈപ്പോതലാമസിന്റെ നിർദ്ദേശപ്രകാരം പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ ദൗത്യം ലിബിഡോ ഉണ്ടാക്കല, ലൈംഗികമായ അഭിനിവേശം ഉണ്ടാക്കലാണ്. ലൈംഗികമായ അഭിനിവേശം ഉണ്ടാക്കുക എന്നതാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ ദൗത്യം. എന്നാൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ലൈംഗികമായ അഭിനിവേശം ഉണ്ടായാൽ ജീവശാസ്ത്രപരമായി അതിൻ്റെ ആ അഭിനിവേശം ഉണ്ടാകുന്നതിനൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്?